ഹലോ ഹായ്. മരുഭൂമിയുടെ സ്വർണ്ണ നഗരമായ ജയ്സൽമീറിൽ ഞങ്ങളുടെ അവസാന ദിവസം അതിശക്തമായ അനുഭവങ്ങളാൽ നിറഞ്ഞിരുന്നു. പ്രശസ്തമായ ജയ്സൽമീർ ഫോർട്ട് സന്ദർശിക്കുകയും മനോഹരമായ ബാദൽ ഹൗസ് ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്യുകയും ചെയ്തു. ആ വീഡിയോസുകളെല്ലാം നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ ജയ്സൽമീറിനോട് ഈ രാത്രിയിൽ വിട വാങ്ങുകയാണ്. രാജസ്ഥാൻ രുചികളാൽ നിറഞ്ഞൊരു സമ്പൂർണ്ണ രാജസ്ഥാനി താലി കൂടി ആസ്വദിച്ചതോടെ ഈ നഗരം ഞങ്ങൾക്ക് ഹൃദ്യമായ അനുഭവമായിരുന്നു സമ്മാനിച്ചത്. ഇപ്പോൾ രാത്രിയിലെ ശാന്തതയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര തുടക്കമെടുക്കുകയാണ്. ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിങ്ക് നഗരമായ ജയ്പൂരിലേക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഏകദേശം 560 കിലോമീറ്ററോളം ദൂരം ഇനി സഞ്ചരിക്കാനുണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഏകദേശം 9 മുതൽ 10 മണിക്കൂർ വരെ നീളുന്ന ഒരു നൈറ്റ് ജേണിയാണ്. ഇവിടെ ഇതാ ഞങ്ങളെ കൂട്ടിനുണ്ടായിരുന്ന ആ കുട്ടികൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. അവരോട് ടാറ്റയും ബൈയും പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ ആ നൈറ്റ് ജേണിയിലേക്ക് കടക്കുകയാണ്. മരുഭൂമിയുടെ സ്വർണ്ണ ഓർമ്മകളുമായി പുതിയ കാഴ്ചകളിലേക്കുള്ള ഈ യാത്ര ഇവിടെ ആരംഭിക്കട്ടെ. രാത്രിയുടെ ശാന്തതയിൽ ഞങ്ങൾ ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ജയ്പൂരിലേക്കുള്ള നീണ്ട യാത്ര ആരംഭിച്ചു. മരുഭൂമിയുടെ നഗരത്തെ പിന്നിലാക്കി പിങ്ക് നഗരത്തിലേക്കുള്ള ഒരു നൈറ്റ് ജേണി. ട്രെയിനിൽ കയറി എൻ്റെ അപ്പർ ബർത്തിൽ കിടന്നതോടെ ദിവസമൊട്ടാകെയുള്ള യാത്രയുടെ ക്ഷീണം കുറച്ച് നിമിഷങ്ങൾക്കകം ഉറക്കമായി മാറി. ട്രെയിൻ പാളങ്ങളിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി പതുക്കെ കടന്നുപോയി. രാവിലെ കണ്ണു തുറന്നപ്പോൾ ട്രെയിൻ ജാലകത്തിലൂടെ കാണുന്ന കാഴ്ചകൾ മനസ്സിനെ പിടിച്ചുയർത്തുന്നതായിരുന്നു. സൂര്യൻ്റെ ആദ്യ പ്രകാശം മരുഭൂമിയുടെ മണലിൽ വീഴുമ്പോൾ ഭൂമി സ്വർണ്ണ നിറത്തിലുള്ള തിളങ്ങുന്ന പോലെ തോന്നി. ചെറിയ ഗ്രാമങ്ങൾ, ദൂരെയായി കാണുന്ന വീടുകൾ, സ്റ്റേഷനുകൾ, വയലുകൾ എല്ലാം ചേർന്ന് മനോഹര യാത്രയായിരുന്നു ഇത്. ഈ യാത്രക്കിടെ ട്രെയിൻ രാജസ്ഥാനിലെ ഏകദേശം 5 ജില്ലകൾ കടന്ന് മുന്നോട്ട് നീങ്ങി. ഓരോ ജില്ലയും ഓരോ കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ഞങ്ങൾ പിങ്ക് നഗരമായ ജയ്പൂരിലെത്തി. പുതിയ നഗരവും പുതിയ കാഴ്ചകളും ഇനി നമ്മെ ഓർത്തിരിക്കുന്നു. യാത്ര തുടങ്ങുകയാണ് ഇവിടെ നിന്ന്. രാത്രി യാത്ര കഴിഞ്ഞ് ട്രെയിൻ പതുക്കെ ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. യാത്രക്കാരുടെ ശബ്ദങ്ങളും ട്രെയിനുകളുടെ വരവും പോക്കും സ്റ്റേഷനിലെ അതിവേഗ ചലനങ്ങളും എല്ലാം കൂടി ഒരുതരം തിരക്കേറിയ അന്തരീക്ഷം. ഒടുവിൽ ഞങ്ങളും സ്റ്റേഷനിൽ നിന്നിറങ്ങി. നീണ്ട യാത്രയ്ക്ക് ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ഒരു ചെറിയ സന്തോഷം തന്നെയായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് നടന്നു പോകുന്ന ദൂരത്തിലുള്ള ജയ്പൂർ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ നടന്നത്. രാവിലെ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ നടന്നു പോകുമ്പോൾ ജയ്പൂർ ആദ്യ കാഴ്ചയിൽ തന്നെ വളരെ വ്യത്യസ്തമായി തോന്നി. ചരിത്രവും സംസ്കാരവും നിറഞ്ഞ ഒരു നഗരമാണ് ജയ്പൂർ. പിങ്ക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നഗരം രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ്. പഴയ രാജകീയ കൊട്ടാരങ്ങളും വിപുലമായ കോട്ടകളും നിറങ്ങളാൽ നിറഞ്ഞ മാർക്കറ്റുകളും ചേർന്നതാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത. രാജസ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് നഗരങ്ങളിലൊന്നായ ജയ്പൂർ ഓരോ വഴിയും ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ചാന്ദ്പോൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോവേണ്ടത്. എന്നാൽ ബാദി ചോപ്പർ മെട്രോയിലാണ് നമുക്ക് കയറേണ്ടത്. പ്ലാറ്റ്ഫോം നോക്കി ഞങ്ങൾ നേരെ മെട്രോ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നു. വളരെ വൈകാതെ തന്നെ മെട്രോയും വന്നു ചേർന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ചാന്ദ്പോൾ മെട്രോ സ്റ്റേഷനിലായിരുന്നു. ഓരോ നിമിഷവും അത് ഞങ്ങളുടെ മനസ്സിലിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ജയ്പൂരിൻ്റെ പഴയ നഗരത്തിൻ്റെ നിറങ്ങളും തിരക്കുകളും നേരിൽ കാണാൻ സാധിച്ചു. ഇത് കംപ്ലീറ്റ്ലി ഒരു മാർക്കറ്റിംഗ് ഏരിയയാണ്. ചാന്ദ്പോൾ ബസാർ ഒരു വലിയ സ്ട്രീറ്റ് കൂടിയാണ്. ഇരുവശങ്ങളിലും കടകളും ആളുകളുടെ തിരക്കും രാജസ്ഥാനി വസ്ത്രങ്ങളും കൈത്തറി സാധനങ്ങളും എല്ലാം ചേർന്ന ഒരു ജീവനുള്ള മാർക്കറ്റിൻ്റെ അനുഭവം തന്നെയായിരുന്നു ചാന്ദ്പോളിൽ. ഇത് സത്യത്തിൽ ഇവിടുത്തെ ഒരു ബിസിനസ് ഹബ്ബാണ് എന്ന് നമുക്ക് പറയാം. മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ തട്ടുകട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഞങ്ങൾ നിന്ന് ചായയും ചെറിയ ഭക്ഷണവും കഴിച്ചു. യാത്രയുടെ ക്ഷീണം കുറച്ചൽപ്പം മാറിക്കിട്ടി. അതിനുശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യം റൂമിലെത്തുക എന്നുള്ളതായിരുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്തു വെച്ച റൂമുണ്ടായിരുന്നു ഇവിടെ. ബാദൽ ഹൗസിൽ നമ്മളോടൊപ്പം താമസിച്ച കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് ഈ റൂം സജസ്റ്റ് ചെയ്തു തന്നത്. അവരുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ജയ്പൂരായിരുന്നു.
അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിപ്പെടുന്നത്. ഒരു ആവറേജ് റൂമായിരുന്നെങ്കിലും ചുറ്റുപാടുകൾ നല്ലതായി ഞങ്ങൾക്ക് തോന്നി. യാത്രക്കാരായ നമുക്ക് അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. കാരണം ഇത് ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഞങ്ങളിതാ ഈ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇവിടെയുള്ളൊരു പ്രശ്നം 10 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും എന്നുള്ളതാണ്. എങ്കിലും ഗേറ്റ് ചാടിക്കിടക്കാം എന്നുള്ളൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ഈ റൂം ഞങ്ങൾ സജസ്റ്റ് ചെയ്തത്. 3 ബെഡ് ഇറങ്ങുന്ന ഒരു ചെറിയ റൂം 200 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഇനി ജയ്പൂരിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ബൈ.